ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഫസ്റ്റ്ലി DIY വോൾ ഡെക്കർ ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് പേരക്ക മരത്തിൻ്റെ ചെറിയൊരു കൊമ്പാണ്. ഇതെല്ലാം ഉണങ്ങി സ്റ്റിക്കായി വന്നതിന് ശേഷം ഇതൊന്ന് പെയിൻ്റ് അടിച്ച് മനോഹരമാക്കണം. ഏത് കളർ പെയിൻറ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാം. എൻ്റെ കയ്യിൽ ബ്ലാക്ക് ഉണ്ടായിരുന്നു, സോ ഞാൻ ബ്ലാക്ക് വെച്ച് പെയിൻറ്റ് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ഇതിൻ്റെ എൻഡ് റിസൾട്ട് എന്താവുമെന്നറിയാൻ ഞാനും നിങ്ങളെപ്പോലെ വളരെയധികം എക്സൈറ്റഡ് തന്നെയായിരുന്നു. ഇവിടെ ടൈൽസിൽ പെയിൻ്റ് ആവാതിരിക്കാൻ ഞാനത് താഴെ ഒരു പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ സ്റ്റെംസിന് മുകളിൽ എന്ത് വെച്ച് കൊടുക്കണമെന്ന് ഞാൻ ആലോചിച്ചപ്പോൾ ബട്ടർഫ്ലൈസ് ആയിരിക്കും ദ ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നി. സോ ഞാനിവിടെ കുറച്ച് ബട്ടർഫ്ലൈസ് ഉണ്ടാക്കുകയാണ്. എൻ്റെ മുന്നത്തെ വീഡിയോസിൽ ഞാൻ ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്ത അതേ മെറ്റീരിയൽ ഫോം ഷീറ്റ്സ് തന്നെയാണ് ഞാനിവിടെയും യൂസ് ചെയ്തിട്ടുള്ളത്. ബട്ടർഫ്ലൈസ് ഞാനിവിടെ 2 ടൈപ്സിൽ ഉണ്ടാക്കുന്നുണ്ട്. 4 ചെറിയ ബട്ടർഫ്ലൈസ് അതാണ് ഫസ്റ്റ് ഉണ്ടാക്കുന്നത്. അതിനുശേഷം ഒരു വലിയ ബട്ടർഫ്ലൈ ഉണ്ടാക്കുന്നുണ്ട്. സോ നൗ ലെറ്റ് മീ ഷോ യു ദ പ്രോസസ്. എൻ്റെ കുഞ്ഞ് ബട്ടർഫ്ലൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആൻഡ് കുറച്ച് ഫൈനൽ ടച്ചപ്പിന് ശേഷം ദേ ടേൺഡ് ഔട്ട് ടു ബി ഓസം. ആൻഡ് യെസ്, ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഫ്ലെക്സ് ക്യൂബ് എന്നുള്ള ഗ്ലൂ ആണ്. ഇത് വെച്ച് നമുക്ക് പ്ലാസ്റ്റിക്, മെറ്റൽ, വുഡ്, ലെതർ, സിറാമിക് എന്ത് വേണമെങ്കിലും സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടി നമുക്കിത് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ദെൻ നെക്സ്റ്റ് ടാസ്ക്, ഞാൻ വലിയ ബട്ടർഫ്ലൈസ് ഉണ്ടാക്കാൻ പോവുകയാണ്. ഇനി മെത്തേഡ് കുറച്ച് ഡിഫറെൻ്റ് ആണ് ഫ്രം ദ പ്രീവിയസ് വൺ. ബട്ടർഫ്ലൈസ് എല്ലാം ഉണ്ടാക്കിയതിന് ശേഷം ഞാനത് സ്റ്റെംസിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ആൻഡ് ഫൈനലി DIY വോൾ ഡെക്കർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്.